ഹലോ, രാമകൃഷ്ണ ഹിയർ. ഇങ്ങനെ പോത്തുപോലെ അവിടെ കിടന്ന് ഉറങ്ങിക്കോ. എന്താണ് സംഭവിച്ചത്? നിങ്ങൾ പോസ്റ്റ് ഇടാനുണ്ടായ സാഹചര്യവും? എന്റെ പൊന്നു സാറേ, ഞാനൊരു സാധാരണക്കാരൻ. എനിക്ക് 3 ചെറിയ മക്കളാണ്. എന്താ ഉണ്ടായത്? നീ കാര്യം പറയടാ ടോണി. ആ മക്കള് ഉറങ്ങുക എന്നുള്ളത് ഏറ്റവും രക്ഷിതാക്കളുടെ ഒരു ഇതാണല്ലോ. ഈ നാട്ടുകാരെ കൊണ്ട് ഞാൻ തോട്ടല്ലോ. അപ്പോൾ ഒരു 10:30 ഒരു 10:15 കറണ്ട് പോയി. ഒരു അരമണിക്കൂർ കഴിഞ്ഞ് പിന്നെ വന്നു. അതാ തെണ്ടിയുടെ സ്ഥിരം പരിപാടിയാ. കുറെ ദിവസമായി ഞാൻ സഹിക്കുന്നു. ക്ഷമയ്ക്കൊരു അതിരുണ്ട്. 2:30 പോയിട്ട് ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞ് വന്നു. അപ്പോൾ അത്ര സാഹചര്യത്തിൽ കുട്ടികൾ ഉറങ്ങത്തില്ല. കാരണം ഒന്നാമത് എൻ്റെ വീടെന്ന് പറയുന്നത് തോടിന്റെ സൈഡിലാണ്. കൊതുകിന്റെ ശല്യം അസഹ്യനും. എന്നിട്ട് പിന്നീട് എന്ത് സംഭവിച്ചു? പിന്നീട് എന്താണ് ഉണ്ടായെന്ന് വെച്ചാല് എന്റെ കിളി പോയി സാറേ. ആ സാഹചര്യത്തിൽ എൻ്റെ കയ്യിലിരുന്ന ഒരു ഇപ്പം വാങ്ങിച്ചാണ് പോർട്ടബിൾ ഒരു ചാർജബിൾ ഒരു ഫാനുണ്ട്. അത് വെച്ച് ഉറക്കുന്ന ഒരു വീഡിയോ ഇട്ടു. തന്നെ കൊണ്ടൊരു പിണ്ണാക്കിനും കൊള്ളൂല്ലോ. മനുഷ്യനെ മെനക്കെടുത്താ ചുമ്മാ ചലമ്പാണ്ട് പോയി സാമി. ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് നിരന്തരം കറണ്ട് പോകുന്നു. മുമ്പൊന്നും ഇല്ലാത്ത തരത്തിൽ ഇപ്പോൾ കറണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കഷ്ടം. ഇങ്ങനെ ബുദ്ധിയില്ലാത്തൊരു സാധനം. അപ്പോൾ അത്തരം സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അങ്ങനെയുള്ള ഒരു കണ്ടന്റാണ്. പിന്നെ ഒരു പോസ്റ്റ് ഇട്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത് ഇന്ന് എത്രാമത്തെ തവണയാണ് ഈ കറണ്ട് പോകുന്നത്. എല്ലാം ഞാൻ കടിച്ചു പിടിച്ചോണ്ട് നിൽക്കണം. എനിക്ക് ചൊറിഞ്ഞോണ്ട് വരണം. എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. എന്നാണ് പൂക്കി എന്നൊരു പദം ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി അതുകൊണ്ടാണ് കേസ് കൊടുത്തതെന്ന് എനിക്കറിയത്തില്ല. വിളിയടാ സാറേന്ന് വിളിയടാ. അതൊരു രസമുള്ള കാര്യമല്ലേ കൂട്ടോ. കേസിന്റെ ആധാരം എന്താണെന്ന് ഇതുവരെ എനിക്കറിയത്തില്ല, സത്യാവസ്ഥ പറഞ്ഞാൽ. എന്റെ ദൈവമേ, എന്റെ ഓരോ കഷ്ടകാലം അല്ല എന്ത് പറയാനാ. അപ്പോൾ ഇപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് കേസ് ആകാൻ സാധ്യതയില്ല. നിങ്ങളുടെ മൊബൈലൊക്കെ പരിശോധിച്ചപ്പോൾ അതിനകത്ത് യാതൊരുവിധ കണ്ടന്റും അതുമായിട്ട് ബന്ധപ്പെട്ട് കാണുന്നില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. ഇതിലും ഭേദം കട്ടപ്പാറയായി കക്കാൻ ഇറങ്ങുന്നതാണെന്ന്. അപ്പോൾ അതാണ് ഇതിനകത്ത് പറഞ്ഞു വന്നിരിക്കുന്നത്. ചേട്ടൻ ഞാൻ വിചാരിച്ച പോലെ അല്ലേട്ടോ. മന്ദബുദ്ധിയല്ല. എൻ്റെ സ്വാഭാവികമായിട്ട് എൻ്റെ ഞാനൊരു സാധാരണക്കാരൻ എന്ന നിലയ്ക്ക് എനിക്ക് പ്രതികരിക്കാൻ കിട്ടുന്ന ഒരു അവസരം എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ആണല്ലോ. വെറുതെ എന്തിനാ മനുഷ്യന്മാരെ കൊണ്ട് പറയിപ്പിക്കുന്നേ? പറ്റുന്ന പണിക്ക് പോയാ പോരെ. അല്ലാണ്ട് ഞാൻ ആ പാതിരാത്രിക്ക് എവിടെ പോയി പ്രതികരിക്കാനാണ്? കാണിച്ചു വെച്ച കണ്ണന്തിരൊന്നും പോരാഞ്ഞിട്ടേ വീണ്ടും ആ കുഞ്ഞിന്റെ മേക്കിട്ട് കയറിയിരിക്കുക. വിവരം വേണം, വിവരം. ഫോൺ തിരിച്ചു കിട്ടിയോ? ഇല്ല, ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ സാറ് വിളിക്കാന്ന് പറഞ്ഞു. എന്തൊരിത് ഇങ്ങനെ അല്ലെങ്കിൽ തന്നെ ആകെ ഒരു ഇതായിട്ട് ഇരിക്കപ്പെടരുത്. ചൊവ്വയുള്ള എഴുത്തായിരുന്നു എന്നാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന്. ഇല്ല, അതിനകത്ത് അസഭ്യമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. കഷ്ടായി പോയി. വെടിവെച്ച് കൊല്ലണപ്പാ അതിനെ. ഇനി ഞാൻ ഇവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടക്കരച്ചിലിന് പോട്ടെ. എല്ലാരും ഇങ്ങോട്ട് പൊങ്ങല്ലേ.